ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ടു അനദർ വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ രാവിലത്തെ ഒരു സ്റ്റഡി പ്ലാനറാണ്. കാരണം രാത്രി തന്നെ ഞാൻ ലേറ്റായിട്ട് ഉറങ്ങിയോണ്ട് ഞാൻ ലേറ്റായിട്ടാണ് ഇപ്പോൾ എണീച്ചത്. രാത്രി ഒരു 12 മണിയൊക്കെ ആയി ഉറങ്ങിയപ്പോൾ. അപ്പോൾ രാവിലെ എണീക്കാൻ ഒരു 7 മണിയായിട്ടും. അപ്പോൾ 7 മണിയായപ്പോൾ എൻ്റെ പരിപാടികളൊക്കെ കഴിച്ചിട്ട് അമ്മ പറഞ്ഞു കുറച്ച് നേരം പോയി പഠിച്ചു. രാവിലെ എന്ന് പറയുമ്പോൾ നമുക്ക് പഠിക്കാൻ നല്ല സുഖമാണ്. കാരണം കാം ആൻഡ് ക്വയറ്റ് ആയിരിക്കും. ആരും അധികം ഒച്ചപ്പാടൊന്നും ഇല്ലാത്ത സ്ഥലമാകുമ്പോൾ ഞാൻ കുറച്ച് നേരം പുറത്ത് പോയിരുന്ന് പഠിക്കാൻ വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബേബി എണീക്കുന്നതിൻ്റെ മുന്നേ തന്നെ കുറച്ച് സമയം കിട്ടിയാൽ അത്രയും സമയം നമുക്ക് പഠിക്കാം. അങ്ങനെ അത് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് നേരം എന്താ പറയുക, രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ചായ എടുക്കുന്നതിന് മുന്നേ ഞാൻ ആദ്യം പുറത്ത് പോയിരുന്നൊന്ന് പഠിച്ചു. കുറച്ച് നോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് നോട്ട്സും കാര്യങ്ങളൊക്കെ ആദ്യം നമ്മൾ റെഡിയാക്കി വെക്കണം. കാരണം നമുക്കിതുവരെ ക്ലാസ്സൊന്നും കിട്ടാത്തതാണ്. അപ്പോൾ ആദ്യം മുതലേ നമ്മൾ എന്താ പറയുക, ക്ലാസ്സൊക്കെ കേട്ട് അത് എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസ് എന്ന് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചാൽ പിന്നെ നമുക്ക് എക്സാമിൻ്റെ ഒരു വീക്ക് മുമ്പേലും നമുക്കതൊക്കെ പഠിച്ചു വരാം. മറ്റേത് നമുക്ക് ക്ലാസ്സിന് പോകാത്തതുകൊണ്ട് തന്നെ നമുക്ക് ക്ലാസ്സൊന്നും അധികം കിട്ടിയിട്ടുണ്ടാവില്ല. ചിലവർക്ക് നമുക്ക് പോകാൻ കഴിയും. പക്ഷെ എനിക്കൊന്നും ക്ലാസ് പോയി അറ്റൻഡ് ചെയ്യാനൊന്നും പറ്റിയൊരു സാഹചര്യത്തിലല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ പോയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു. നമ്മൾ 24-ാം തീയതി 31-ാം എക്സാം ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ഇന്നിപ്പോൾ 8-ാം തീയതിയാണ്, ഓഗസ്റ്റ് 8. അങ്ങനെ ആകുമ്പോൾ നമുക്കത് എങ്ങനെ നമ്മൾ പഠിക്കാനും സമയം കണ്ടെത്താം, അല്ലെങ്കിൽ അത് കൺട്രോൾ ചെയ്യാനുള്ളതായിരുന്നു. അപ്പം എന്താ പറയുക, ഓഗസ്റ്റ് 24-ാം തീയതി എക്സാം 31-ാം തീയതി. അപ്പം 8 ആണെങ്കിൽ 8, 9 ആദ്യം നമ്മൾ എന്ത് ചെയ്യാം, എത്ര ദിവസങ്ങളുണ്ട് നോക്കാം. 24. അപ്പോൾ നമുക്ക് തീരെ ക്ലാസ് കേൾക്കാത്തതുകൊണ്ട് തന്നെ ഈ സമയങ്ങളിലും എന്താ പറയുക, അപ്പോൾ പിന്നത്തെ സോഷ്യോളജി നമുക്ക് പഠിക്കാൻ ഒരാഴ്ച സമയമുള്ളൂ. സൈക്കോളജിക്ക് നമുക്ക് 3 സമയം. പക്ഷേ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡേയ്സിലൊക്കെ നമ്മൾ ഓരോ ദിവസം 12 ചാപ്റ്റർ ആകുന്നത്. മാക്സിമം 2 ചാപ്റ്ററിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റിയാൽ 2, 4, 6, 8, 10, 12, 13 നമുക്ക് സോഷ്യോളജി ക്ലാസ് നമുക്ക് കിട്ടും. പിന്നെ സൈക്കോളജിക്ക് നമുക്ക് സമയമുണ്ടോ, ലാസ്റ്റ് ഡേയ്സിൽ മാക്സിമം സൈക്കോളജി പഠിച്ചാൽ നമുക്ക് 2, 4, 6, 8, 10, 12. പക്ഷേ മാക്സിമം നമ്മൾ 2 ക്ലാസ്സെങ്കിലും 2 ചാപ്റ്ററെങ്കിലും നമുക്ക് കവർ ചെയ്യാൻ പറ്റിയാൽ മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ മനുഷ്യന്മാർ ഓരോ സാഹചര്യം നമുക്ക് ചില സമയങ്ങളൊന്നും ഫുള്ളാക്കാൻ പറ്റാറുണ്ടാവില്ല. പക്ഷേ നമ്മൾ കഴിയുന്നത് ശ്രമിക്കുക. പിന്നെ നമുക്ക് 1, 2, 3, 4 ദിവസം ബാക്കിയുണ്ടാവും. പക്ഷേ 4 ദിവസം കളയേണ്ട സൈക്കോളജി പഠിക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങോട്ടും ഈ സമയങ്ങളിൽ മാക്സിമം അങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്താൽ ഇവിടെ നമുക്ക് സമയം കിട്ടും. പക്ഷേ ഒരു വിധത്തിൽ ഇങ്ങനെ തന്നെ പോകാൻ ശ്രമിക്കാം. നമുക്ക് സൈക്കോളജി പഠിക്കാൻ സമയം കിട്ടും. കാരണം പിന്നെ സോഷ്യോളജിക്ക് 4 ദിവസമുണ്ട്. അപ്പോൾ ഈ ദിവസങ്ങൾ സൈക്കോളജി പഠിച്ചാൽ ഈ ദിവസങ്ങൾ സോഷ്യോളജി നമുക്ക് ഉഷാറാക്കാൻ പറ്റും. പിന്നെ നമ്മൾ ബേബി ഉണ്ടാകുമ്പോൾ എങ്ങനെ ടൈം മാനേജ്മെൻറ്റ് ചെയ്യാൻ നോക്കാം. നമ്മൾ മാക്സിമം 5 മണിക്ക് എണീക്കാൻ നോക്കണം. രാവിലെ മോർണിംഗിൽ 5 മണിക്ക് എണീച്ചാൽ ഞാൻ എൻ്റെ വീട്ടിലായിട്ട് തന്നെ എനിക്ക് എൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഒരു 6-7 മണി വരെയൊക്കെ പഠിക്കാൻ പറ്റും. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ബേബികൾ ഓരോ ദിവസം ഓരോ സമയത്തല്ലേ, കുറച്ച് സമയം ഇപ്പോൾ നമ്മൾ വീട്ടിൽ നമ്മൾ പറഞ്ഞു നിൽക്കേണ്ട. പക്ഷേ നമ്മൾ പഠിച്ചോട്ട് പോകുമ്പോൾ നമുക്ക് ഒരു സമയം കിട്ടാറില്ല. അങ്ങനെ ആകുമ്പോൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ബേബിനെ ആഴ്ചയിൽ കൊടുത്തിട്ട് ബേബി ഉറങ്ങാത്ത സമയത്തെല്ലാം നമ്മൾ പണികൾ മാക്സിമം ചെയ്ത് തീർക്കാൻ നോക്കാം. നമ്മുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാകുമ്പോൾ പിന്നെ അതിന് പ്രശ്നമുള്ള കാര്യമാവില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ബേബി ഉറങ്ങുന്ന സമയങ്ങളിലൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കാം, പഠിക്കാൻ നോക്കുക. ആ സമയങ്ങൾ എത്ര മണി വരെ ഓരോന്ന് ഉറങ്ങുക എന്നുള്ളത് നമുക്കൊരു ഏകദേശം കണക്കുണ്ടാവുമല്ലോ. അങ്ങനെ ആകുമ്പോൾ ഒന്ന് ഇതാക്കുക. പിന്നെ നൈറ്റൊക്കെ നേരത്തെ ഉറക്കാൻ ശ്രമിക്കും. 10 മണി ഉറങ്ങുമെങ്കിൽ ഒരു 11 to 12 മണി വരെ മാക്സിമം പഠിക്കാൻ നോക്കുക. കഴിഞ്ഞിട്ട് പിന്നെ 5 മണിക്കും നീച്ചാൽ സമയമാകും. പിന്നെ നമ്മൾ ഉച്ചക്കൊക്കെ ഒരു സമയം നമ്മൾ പണി കഴിഞ്ഞ് ടൈഡാകും. അപ്പോൾ ഉച്ചക്കും നമ്മൾ ഒരു 1 മണിക്കൊക്കെ പഠിച്ചാൽ ആ ഒരു ദിവസം നമുക്ക് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാം. സ്റ്റഡി പ്ലാനൊക്കെ റെഡിയാക്കി കുറച്ച് സമയം ഇരുന്നപ്പോഴത്തേക്കും ബേബി എണീറ്റു കേട്ടോ. അപ്പോൾ ബേബി എണീക്കാൻ ഒരു 9 മണിയായി. അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ ചായയുടെയും ബാക്കിയുള്ള പരിപാടികളൊക്കെ കഴിച്ചു. അങ്ങനെ ആകുമ്പോൾ പിന്നെ ഓൾ എണീക്കുമ്പോൾ പിന്നെ എൻ്റെ ചായ എടുക്കുക കഴിഞ്ഞാൽ പിന്നെ ഓള് ചായ എടുക്കാനൊന്നും സമ്മതിക്കില്ല. ഓളും ഉണ്ടാവും എൻ്റെ കിടക്കാതെ. സമാധാനത്തോടെ ചായ എടുക്കണമെങ്കിൽ ബേബി എണീക്കണതിൻ്റെ മുന്നേ തന്നെ കുടിക്കണമല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം എനിക്ക് കുറച്ച് ഭാഗം കൂടെ നോക്കാണ്ട്. അപ്പോൾ രാവിലെ ഒക്കെ പ്രത്യേകിച്ച് പരിപാടി ഉണ്ടാവില്ല. ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ എണീക്കുമ്പോൾ തന്നെ പിന്നെ ഫീഡ് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് നേരം അങ്ങനെ കഴിച്ചിരുന്നു. പിന്നെ നമുക്ക് പിന്നെ ആൾ കുളിപ്പിക്കാനും ബാക്കിയുള്ള സമയത്തിനൊക്കെ നമുക്ക് സമയം കിട്ടും. അതിന് മൂലമൊക്കെ ആയതുകൊണ്ട് കുറച്ച് നേരം പഠിച്ചതാണ്. പിന്നെ ആൾ ബുക്കൊക്കെ കണ്ടാൽ പിന്നെ എടുത്തിട്ട് വരും. അപ്പോൾ പിന്നെ തീരെ ഒന്നിനും സമ്മതിക്കില്ല. കാരണം ബുക്ക് ആദ്യം ഓക്ക് വേണം. ഓൾ ആദ്യം പഠിച്ചു കഴിഞ്ഞിട്ടേ പിന്നെ നമുക്ക് ബുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഓൾ വന്നാൽ പിന്നെ ഞാനധികം എന്താ പറയുക ബുക്കും ഇരിക്കില്ല. കാരണം ഓൾ സമ്മതിക്കില്ല. അപ്പം അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ മോർണിംഗ് സ്റ്റഡി ഇത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ഇട്ടിട്ട് വീണ്ടും വരാം. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.